പലരും വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ സ്വന്തം നാട്ടിലാണ് ജോലി അന്വേഷിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ CV ആണ്. ആ CV എന്ന് പറഞ്ഞാൽ ചുമ്മാ CV ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള അതിൽ കൂടുതൽ ഫ്യൂച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള CV ആണ്. അതായത് നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഒരു വിസിറ്റിംഗ് വിസ UAE വന്നതെന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ മാത്രമായിരിക്കില്ല നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വേക്കൻസികൾ. അപ്പോൾ നിങ്ങൾ പല വേക്കൻസികൾക്കും അപ്ലൈ ചെയ്യും. അപ്പോൾ പല വേക്കൻസികൾക്കും അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അനുയോജ്യമായ CV ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ളൊരു അനുയോജ്യമായ CV ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ചെയ്യണം ഏകദേശം 5 dirhams തൊട്ട് 10 dirhams. അതായത് നാട്ടിലെ 100 രൂപ 200 രൂപയൊക്കെ ഒരു CVക്ക് വേണ്ടി നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മാത്രമായിട്ട് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. പലരും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു സാധാരണക്കാരെ ജോലി തേടി വരുന്ന ഇവിടെ വരുന്ന സാധാരണക്കാരെ സംബന്ധിച്ച് അതൊന്നും അഫോർഡബിൾ ആയ ഒരു പ്രൈസ് അല്ല. കാരണം വെച്ചാൽ അവൻ്റെ കയ്യിൽ മാക്സിമം കുറച്ച് പൈസ കാണുള്ളൂ. അതുകൊണ്ട് അവൻ പിശിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടെത്തുക എന്നുള്ള ഇതിലാണ് വരുന്നത് എങ്ങനെയെങ്കിലും. അപ്പോൾ അവനെ കൊണ്ട് സാധിക്കുന്ന കേസല്ല. പിന്നെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നോർമലി ആയി കയ്യിലൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൽ സ്വന്തമായി CV എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാം എന്നാണ്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ച് നാട്ടിൽ നിന്ന് വരുമ്പോൾ ലാപ്ടോപ്പും സിസ്റ്റങ്ങളൊക്കെ ആയിട്ട് വരാറില്ല അധികം പേരും. അപ്പോൾ അവരെ കൊണ്ട് സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് മൊബൈലിൽ ഈസി ആയിട്ടൊരു അടിപൊളി CV, അതായത് നമ്മളെ ഏത് പ്രൊഫഷണൽ ജോബിനാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസൃതമായി ഇഷ്ടംപോലെ ഫോർമാറ്റുകളിൽ നമുക്ക് ഇഷ്ടംപോലെ CV ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതും ചുരുങ്ങിയ സമയങ്ങൾ 1, 2, 3 മിനിറ്റുകൾ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ല അട്രാക്റ്റീവ് CV സ്വന്തമായി ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അതെങ്ങനെ ചെയ്യും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടിനോ ടോക്കീസിന്റെ വീഡിയോ ആണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേറെ ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഒരു ലാപ്ടോപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ കയ്യിലില്ലാത്തവരാരും ഉണ്ടാവുകയല്ലോ. ആൻഡ്രോയിഡ് ഫോൺ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു വൈഫൈ നെറ്റ് ഉണ്ടെങ്കിൽ, മൊബൈലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ പ്ലേ സ്റ്റോറിൽ പോയി ക്യാൻവ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ കാണുന്നതാണ് സോഫ്റ്റ്വെയർ. ക്യാൻവ എന്ന് പറഞ്ഞ സാധനം ഒരു ആപ്ലിക്കേഷനാണ്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ID വഴിയോ അതിൽ ഫേസ്ബുക്ക് വഴിയോ നിങ്ങളതിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. എന്നിട്ട് ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസ് ഉണ്ടാക്കാം, യൂട്യൂബ് ചാനലിന് വേണ്ടി വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ടെംപ്ലേറ്റ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കൊരു CV എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. അതിനുവേണ്ടി നിങ്ങളിവിടെ സെർച്ച് ബാറുണ്ട്. ആ സെർച്ച് ബാറിൽ പോയി CV എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ CV, സിമ്പിൾ CV, പ്രൊഫഷണൽ CV, റെസ്യൂമേ എന്നൊക്കെ പറഞ്ഞു വരും. അതിൽ നിങ്ങൾ എന്താ കഴിഞ്ഞാൽ പ്രൊഫഷണൽ CV ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. കണ്ടോ ഒരുപാട് CV ഫോർമാറ്റുകൾ ഇവിടെ ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫോർമാറ്റ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. കാര്യം ഞാൻ ഇത് കുറച്ച് കളർഫുൾ ആയാലും അതങ്ങ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പോൾ ആ CV വന്നു. ഇനി നമുക്ക് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് നമ്മുടെ പേര് എഡിറ്റ് ചെയ്യണം. ആ പേരിൻ്റെ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈസ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ പേര് അവിടെ അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അടിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ പ്രൊഫഷൻ ഏതാ അതവിടെ അടിച്ചു കൊടുക്കാം. എക്സ്പീരിയൻസ്, സ്കില്ല് അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡ്യൂക്കേഷൻ ഇതെല്ലാം നമുക്കിവിടെ ഉണ്ടോ അവിടെ കണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കെല്ലാം എഡിറ്റ് ചെയ്ത് പോകാമെന്നാണ്. വർക്ക് എക്സ്പീരിയൻസ് അതെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. കോണ്ടാക്റ്റ്, ഇമെയിൽ ID എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മുടെ ഫോട്ടോ പോലും നമുക്ക് ഉണ്ടോ അത് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഇവിടെ കണ്ടോ പ്ലസ് ഇൻസൈൻ കണ്ടോ അതേ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ നിന്ന് ഓരോ ഡിസൈൻസ് വേണമെങ്കിൽ എലമെൻറ്റ്സ് എന്ന് പറയുന്ന എലമെൻറ്റ്സ് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഇനി നമ്മുടെ മൊബൈലിൽ കിടക്കുന്ന ഒരു പിക്ചർ എടുക്കണമെങ്കിൽ ഗ്യാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഗ്യാലറി കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലുള്ള ഫുൾ ഗ്യാലറിയും അതിലുള്ള ഇമേജുകളെല്ലാം ഓപ്പണായി വരും. അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതെല്ലാം നിങ്ങൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ നേരെ പോയി ഇവിടെ ഒരു താഴോട്ടൊരു ആരോ കൊടുത്തിട്ടുണ്ടോ അതേ കൊണ്ട് ഡൗൺലോഡ് എന്നുള്ള ആരോയാണ് അതേ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് എ ഇമേജ് എന്ന് പറഞ്ഞ് വരുന്നതാണ്. അത് ഇമേജ് ഫോർമാറ്റിൽ വേണമെങ്കിൽ ഇത് കണ്ടോ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി അത് ഇമേജ് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ വേണമെങ്കിൽ ഇതുണ്ടോ അവിടെ മുകളിലേക്കുള്ള ആരെ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇനി വേറെ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണോ
അതിനും ഓപ്ഷൻ ഉണ്ട്. മെയിൽ ഐ ഡിയിലേക്ക് ഷെയർ ചെയ്യണോ അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഡൗൺലോഡിൻ്റെ അത് കൊടുത്ത് കഴിയുമ്പോൾ ഏത് ഫോർമാറ്റിലാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. JPG വേണോ, PNG വേണോ, PDF വേണോ, PDF പ്രിൻറ്റ്, MP4 വീഡിയോ, GIF ഫയൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഇതുണ്ടോ PDF സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡായി അത് ക്യാൻവയുടെ നമ്മുടെ മൊബൈലിലുള്ള ഫോൾഡറിലേക്ക് ഇത് ഓട്ടോ സേവ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വരുന്നു. ഇത് അറിയില്ലാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട്. അപ്പോൾ അവർ ക്യാഷ് മുടക്കിയൊക്കെയാണ് അവർ CV ഉണ്ടാക്കുന്നത്. പലരും ഒരു CV വെച്ച് ഒന്നിലധികം ജോബിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.